മഹാനവമിയുടെ ഭാഗമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രഥപ്രദക്ഷിണം നടന്നു. ചണ്ഡിക യാഗവും ശീവേലിയും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ദേവീ വിഗ്രഹം രഥത്തിലേന്തി ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചത്. ഇടയ്ക്കിടെ പെയ്ത മഴയെ അവഗണിച്ച ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. വിശേഷ ദിവസമായതിനാൽ പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രനട തുറന്നു. പ്രത്യേക പൂജകൾക്ക് ശേഷം 11:15 വിശിഷ്ടമായ ചണ്ഡികായാഗം, തുടർന്ന് ഉച്ചശീവേലി. ശീവേലിക്ക് പിന്നാലെ ദേവീ വിഗ്രഹം പുഷ്പാലങ്കൃതമായ രഥത്തിലേറ്റി. നാളികേരമുടച്ച് വിശ്വാസികൾ വടം വലിച്ചതോടെ രഥപ്രയാണം ആരംഭിച്ചു. നിയന്ത്രണങ്ങളുള്ളതിനാൽ ഇത്തവണ രഥത്തിൽ നിന്നും പൂജിച്ച നാണയങ്ങൾ എറിഞ്ഞു നൽകിയില്ല. പകരം ക്ഷേത്രദർശനം പൂർത്തിയാക്കി മടങ്ങിയവർക്ക് നാണയം കൈകളിൽ നൽകി. ഇടയ്ക്കിടെ പെയ്ത മഴയെ അവഗണിച്ച് ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്. വർഷാവർഷം വരാറുണ്ട്. പിന്നെ അത് ദേവീനെ ചില അനുഭവിച്ചറിഞ്ഞാലേ പറയാൻ പറ്റും. നമുക്ക് സാറോട് പറഞ്ഞാൽ നമുക്ക് വിളിപ്പുറത്ത് കേൾക്കുന്ന ദേവിയാണിത്. മക്കളെല്ലാം കൂട്ടി വരും. പിന്നെ രഥോത്സവത്തിന് തീർച്ചയായിട്ടും അമ്മനടുത്ത് വരും. ദൈവമായിട്ട് അടുത്ത് ഇടപെടാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു കാലഘട്ടം. ഇതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്, അറിയുക തന്നെ വേണം. നാളെ രാവിലെ 4 മണി മുതൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് ആരംഭിക്കും. വാഗ്ദേവതയായ മൂകാംബിക ദേവിയുടെ മുന്നിൽ ആദ്യാക്ഷരം കുറിക്കാൻ 100 കണക്കിന് കുരുന്നുകൾ എത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ന്യൂസ് മലയാളം, കൊല്ലൂർ.